നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധനയിൽ ബാഗിൽ ബോംബുണ്ടെന്ന് പറഞ്ഞ യാത്രക്കാരൻ അറസ്റ്റിൽ. ആഫ്രിക്കയിൽ ബിസിനസ്സുകാരനായ തിരുവനന്തപുരം സ്വദേശി പ്രശാന്താണ് അറസ്റ്റിലായത്. വിവരങ്ങളുമായി പ്രദീപ് ജോസഫ് ചേരുന്നു. പ്രദീപ്, ഈ ബാഗ് പരിശോധനയിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ബോംബുണ്ട് എന്നൊരു പ്രസ്താവന അദ്ദേഹം നൽകിയത്? ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് പുലർച്ചെയാണ് സംഭവം. തിരുവനന്തപുരം സ്വദേശി പ്രശാന്താണ് അറസ്റ്റിലായത്. ആഫ്രിക്കയിൽ ബിസിനസ്സുകാരനാണ് ഇയാൾ. തായ് എയർലൈൻസ് വിമാനത്തിൽ തായ്ലൻഡിലേക്ക് പോകാൻ വേണ്ടിയാണ് ഇയാളും ഭാര്യയും മകനും മറ്റ് 4 പേരും എത്തിയത്. വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധനയ്ക്കിടെ ബാഗിൽ എന്താണെന്ന് സുരക്ഷാ ജീവനക്കാർ ചോദിച്ചപ്പോൾ ബോംബാണ് എന്നായിരുന്നു മറുപടി. വീണ്ടും ചോദിച്ചപ്പോൾ ഇയാൾ ബോംബാണ് എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഒരുപക്ഷെ തമാശയായിട്ടായിരിക്കാം പറഞ്ഞത്, അതല്ലെങ്കിൽ ഈ സുരക്ഷാ പരിശോധനകളിൽ അസ്വസ്ഥനായി പറഞ്ഞതായിരിക്കാം. എന്തായിരുന്നാലും ബോംബാണ് എന്ന് കേട്ടതോടുകൂടി സുരക്ഷാ ജീവനക്കാർ ഇക്കാര്യം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചു. തുടർന്ന് വിശദമായ പരിശോധനകൾ നടത്തി നെടുമ്പാശ്ശേരി പോലീസിന് വിവരം കൈമാറി. നെടുമ്പാശ്ശേരി പോലീസ് എത്തി പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തു. പ്രശാന്തിനൊപ്പം ഭാര്യയും മകനും ഉണ്ടായിരുന്നു. പ്രശാന്ത് അറസ്റ്റിലായതോടെ ഇവർ ഈ യാത്ര വേണ്ടെന്ന് വെച്ചു. മറ്റ് 4 പേർക്ക് കൂടി ഇതേ PNR നമ്പറിൽ ഒരുമിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ഈ 4 പേരുടെയും ലഗേജുകൾ വിമാനത്തിൽ കയറ്റിയിരുന്നു. എന്നാൽ ഇത്തരത്തിൽ പ്രശാന്ത് ഭീഷണി മുഴക്കി അറസ്റ്റിലായതോടെ ഈ 4 പേരുടെയും ലഗേജുകൾ വിമാനത്തിൽ നിന്ന് തിരികെ ഇറക്കി പരിശോധിക്കേണ്ടി വന്നു. 2:10 പോകേണ്ട വിമാനം 4:30 മണിക്കാണ് യാത്ര പുറപ്പെടാനായത്. നേരത്തെയും ഏതാണ്ട് സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുരക്ഷാ പരിശോധനകളിലും മറ്റും അസ്വസ്ഥരായി പല ആളുകളും ബാഗിൽ എന്താണെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദിക്കുമ്പോൾ ബോംബാണ് എന്ന് പറയുകയും അവർ അറസ്റ്റിലാകുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിമാനത്താവളത്തെ സംബന്ധിച്ച് ഒരു ബാഗിൽ അല്ലെങ്കിൽ ബോംബ് എന്നുള്ള വാക്ക് കേട്ടാൽ തന്നെ അക്കാര്യം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും എല്ലാ സുരക്ഷാ നടപടികളും പൂർത്തിയാക്കി വളരെ വിശദമായ പരിശോധനകൾ നടത്തുകയും ചെയ്യണം എന്നാണ് ചട്ടം. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. ഒരുപക്ഷെ തമാശയ്ക്ക് പറഞ്ഞതായിരിക്കാം, അതല്ലെങ്കിൽ ഈ സുരക്ഷാ പരിശോധനകളിൽ അസ്വസ്ഥനായി പറഞ്ഞതായിരിക്കാം. എന്തായിരുന്നാലും പ്രശാന്ത് അറസ്റ്റിലായിട്ടുണ്ട്. വിമാനം ഏതാണ്ട് 2.5 മണിക്കൂറോളം വൈകുകയും ചെയ്തു. ശരി, പ്രദീപ് ജോസഫ്.